ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള ലോക്കൽ മാർക്കറ്റിലാണ്. ഇവിടെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് ഈ നാടൻ ചന്ത ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ട കാഴ്ച നിറയെ മധുരക്കിഴങ്ങുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിനെ ചീനിക്കിഴങ്ങെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സിലുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു: വെള്ള, മഞ്ഞ, ചുവപ്പ് കളറിലുള്ളത്. അതിൽ ഈ ചുമന്നതിൻ്റെ അകമൊക്കെ നല്ല ചന്ദനത്തിൻ്റെ നിറത്തിലാണ് കാണുന്നത്. അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ അതിന്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് കരുതി ഞാൻ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പല വലുപ്പത്തിലുള്ള നാരങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആക്റ്റീവായിട്ട് ഈ ഒരു ചന്ത ഇത്രയും ആളുകളൊക്കെ നിൽക്കുന്ന ഒരു ടൈമിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചന്ത ഉള്ള ദിവസം ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എല്ലാ തരം സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ലൈവായിട്ട് കോഴി വാങ്ങാം. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഫിഷ് മാർക്കറ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ ഇവിടെ നട്ടുച്ച സമയത്താണ് വന്നതെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളൊക്കെ അത് വാങ്ങാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓഫീസിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. ഈ ചന്തയോട് ചേർന്നിട്ടുള്ളൊരു ഓഫീസാണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ അല്പം ലേറ്റായിപ്പോയി, അതുകൊണ്ട് കുറച്ച് നേരം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ചന്തയുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഓഫീസിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം വില കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ നാട്ടിലുള്ള ഇവിടെ പരിസരത്തൊക്കെ ഉള്ള വീടുകളിലും ലോക്കലായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷായിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1 കിലോ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്താലും അവർ വീണ്ടും നമുക്ക് എടുത്ത് വെച്ച് തരും. അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വരുന്നവർ രാവിലെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നല്ല ചൂടാണ് ഉച്ചയ്ക്കൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ നാടൻ കത്തികളൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ നിറയെ ചീനിക്കിഴങ്ങുണ്ടായിരുന്നു. അതിൻ്റെ സീസൺ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെയൊക്കെയാണ് ഇവിടെ ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി കരിങ്കോഴികൾ. അപ്പോൾ ഇതിന് രോഗങ്ങളൊക്കെ വരുന്ന കുറവായിരിക്കും. അതുപോലെ നിറയെ മുട്ടയിടുമെന്നാണ് പറഞ്ഞത്. ഇത് ഒരെണ്ണത്തിന് 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കെടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. കാട്ടാക്കട പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ മുൻപിലായിട്ടാണ് ഈ ഒരു ചന്ത വരുന്നത്. അപ്പോൾ ഈ ചന്തയുടെ അടുത്ത് തന്നെ ആയിട്ട് കുറേ കടകൾ വേറെയും ഉണ്ട്. ചെറിയ ചെറിയ കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ നമുക്ക് നിറയെ മീൻ വലയൊക്കെ ഇട്ട് വിൽക്കുന്നത് കാണാം. കാട്ടാക്കട ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന റോഡാണിത്. അപ്പോൾ ഇതിൻ്റെ 2 വശത്തും നിറയെ കടകളാണ്. പല അങ്ങാടി കടകളും നാടൻ മരുന്നുകളും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കണ്ട ഒരു സാധനമാണ് ഈ ലൂഫ എന്ന് പറയുന്നത്. നമുക്ക് ദേഹത്തൊക്കെ തേച്ചരച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ. സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് ചെറുനാരങ്ങയും ഇഞ്ചിയും അതുപോലെ തന്നെ ചുമന്ന മധുരക്കിഴങ്ങുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പർപ്പിൾ കളറും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഈ ചുമന്ന മധുരക്കിഴങ്ങ് കുറേ നാൾക്ക് ശേഷമാണ് വാങ്ങുന്നത്. അന്ന് വൈകിട്ട് ചായയോടെ അതാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ